ഡേ 2 ആണ്. രണ്ടാമത്തെ ദിവസം പോകുന്നത് ചിക്മംഗ്ലൂരിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്കായിരുന്നു ചെക്കൗട്ട്. 6 മണിക്ക് എല്ലാവരും ഇറങ്ങി. അപ്പോൾ നമ്മളിതാ പോകാൻ പോവുകയാണ്. ഇനിയിപ്പം ബസ്സിലുള്ള ആൾക്കാരും കൂടെ വന്നാൽ ശരിയാവും. അപ്പോൾ അവരും കൂടെ വന്നിട്ട് നമ്മൾ ഇപ്പോൾ പോവും. അപ്പോൾ അത് തന്നെ അവിടെ പോയിട്ട് അവിടുത്തെ വിഷയം ഞങ്ങൾ നോക്കാം. ശരിയെന്ന് ബും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഈ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ കോളേജ് ട്രിപ്പാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബസ്സിൻ്റെ അകത്ത് കയറിയതിന് ശേഷമുള്ള കലാപരിപാടികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈസൂർ പാലസ് പോയ യാത്രാ വിവരണമായിരുന്നു. ഈ വീഡിയോയിലുള്ള നമ്മുടെ യാത്ര എവിടേക്കാണെന്ന് വെച്ചാൽ ചിക്മംഗ്ലൂരിലെ ഒരു വാട്ടർഫാൾ, കൂർഗിലെ ഗോൾഡൻ ടെമ്പിളുമാണ്. അത് മാത്രമല്ല ഇത് അവസാനത്തെ പാർട്ട് കൂടിയാണ്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കാണിച്ചു തരാം. ഇതാണ് ചിക്മംഗ്ലൂരിൽ നമ്മൾ ആദ്യം വന്നത് ഹൊന്ന വാട്ടർഫാൾസിലാണ് നമ്മൾ ആദ്യം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു മാൻമെയ്ഡ് വാട്ടർഫാൾ ആണ്. കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അതിനുശേഷം നമുക്ക് ട്രക്കിംഗ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഓഫ് റോഡ് പോയി. നമ്മൾ ഓഫ് റോഡിൽ കയറിയിട്ടുണ്ട്. ഓഫ് റോഡിംഗ് ആണ്. നമ്മുടെ ഡ്രൈവർ ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഇതാണ് ഡ്രൈവറിന്റെ ബാക്കിലുള്ളവർ. മാഫിയ സംഘം ഉണ്ട്. മാഫിയൊക്കെ ഉറപ്പാണ്. വേറെ ഗ്യാങ് മെമ്പറാണ്. പക്ഷെ ഇവിടെ ഐഡന്റിറ്റി നമ്മുടെ സ്വയം എന്താണ് അങ്ങനെ നമ്മൾ ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഡ്രൈവറായിട്ട് നിന്ന് മധുവണ്ണ അടിപൊളിയായിട്ടായിരുന്നു വണ്ടി ഓടിച്ചു. മധുവണ്ണന്റെ ഭാഷ തെലുങ്ക് ഭാഷയായിരുന്നു. വണ്ടിയിലുള്ള പ്ലേലിസ്റ്റ് മൊത്തം തെലുങ്ക് പാട്ടായിരുന്നു. നമുക്കാണ് ആർക്കും തെലുങ്കും അറിയത്തില്ലായിരുന്നു. നമ്മളൊരു കൂട്ടുകാരി ആദില ഉണ്ട്, അവക്ക് തെലുങ്ക് അറിയാം. അവള് തെലുങ്കിൽ എന്തൊക്കെയോ ചോദിക്കുന്നു, മധുവണ്ണൻ എന്തൊക്കെയോ പറയുന്നു. അത്രയാണ്. നമ്മളിതാ ഇപ്പൊ മല വന്നിട്ടുണ്ട്. ഇപ്പത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു പൊന്മുടി വൈബൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. അവിടെ ഇപ്പൊ വെയിലാണെങ്കിൽ പോലും നല്ല തണുത്ത കാറ്റാണ് ഗൈസ്. കിട്ടിലും കാഴ്ച കാണിച്ചു തരാം നിങ്ങൾക്ക്. കിട്ടിലും കാഴ്ച. അപ്പൊ നമ്മളവിടെ നിന്ന് ഏകദേശം ഒരു 6-6:30 അടുപ്പിച്ച് ഇറങ്ങി. ഇതിന് ശേഷം നമുക്ക് സിപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി കൂടെ ഉണ്ടായിരുന്നു. കുടുങ്ങിപ്പോ അവിടെ ക്ലിപ്പുണ്ട്, അത് ഊരി കിട്ടാ. പോയിട്ടോ പോയിട്ടോ. Meet me on the other side. ചുമ്മാ ശരിക്കും പേടിക്കുവേ, കൈവിടുന്നേ അല്ലെങ്കിൽ അടിക്കുക. അവിടെ ഹലോ ഗൈസ്, ഇത് ഡേ 3 ആണ്. നമ്മളിപ്പോൾ കൂർഗിലാണുള്ളത്. ഇവിടുത്തെ വ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളും വരണം. ഞാൻ കടന്ന് വിളിച്ചതിന്റെ ശബ്ദമെല്ലാം പോയി ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടെന്തോ അകത്ത് കയറാനുള്ള പ്ലാനാണ്. കാണിച്ചു തരാം. ഇതിന്റെ അകത്ത് ചെരുപ്പ് ഊരിയിടും, എന്നിട്ട് നമ്മൾ അകത്ത് കയറി പോകും ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പറഞ്ഞു കൊടുക്കാം. നമ്മൾ കൂർഗിലാണ്. കൂർഗിലെ അതിപ്രശസ്തമായ ഗോൾഡൻ ടെമ്പിളിലാണ്. എന്താണ് പ്രത്യേകത? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അയ്യോ ഒരുപാട് കിടിലം ഫ്രെയിമുകൾ. അഫീഫ് ഒരു വട്ടം കൂർഗി വന്നതല്ലേ, എന്തായിരുന്നു അന്നത്തെ? ഒരു വലിയ മണിയുണ്ടെന്നാണ് എന്റെ ഓർമ്മ. മണി കാണാം നമുക്ക്. നീ വന്നിട്ടുണ്ടോ? ഞാനാണോ ആദ്യമായിട്ട് വരുന്നത്? ഞാൻ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. നീ ആദ്യമായിട്ടാണ്? അല്ല, ഞാൻ പ്ലസ് ടു. എനിക്ക് പ്ലസ് ടു ടൂർ ഇല്ലായിരുന്നു. കരളിയാ. പ്ലസ് ടു
പ്രിൻസിപ്പളിനെ പള്ളു വിളിച്ചെന്നും പറഞ്ഞ ഒരു ടൂർ ക്യാൻസൽ ആക്കി. സൈലന്റ് ആയിരിക്കും. ബുദ്ധമതം ഒരു ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ സൈലന്റ് ആയിരിക്കണം. അതെ അതെ. ഇല്ലെങ്കിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. കുറെ റംബോച്ചുകളെ കാണാൻ പറ്റും. റംബോച്ചാന്ന് പറയുമ്പോൾ കമ്പോച്ചി എന്ന് പറയുമ്പോൾ അപ്പുകുട്ടൻസ്. ഇത് ഞാൻ ഒരു സിനിമ ഉണ്ടല്ലോ, അതിലുള്ള അപ്പുകുട്ടൻ. നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഇതുവരെ കാണാൻ പറ്റാത്ത അച്ചീവ്മെന്റ് അപ്പൊ ഗൈസ് നമുക്കിതിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. അപ്പൊ ഈ ഗോൾഡൻ ടെമ്പിൾ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കർണാടക ഉണ്ടല്ലോ, അവിടുത്തെ കുടക് ജില്ലയിലെ ബൈലോകുപ്പയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ നമ്മൾ പറയാറില്ലേ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, അതുപോലെയാണ് ഇവിടുത്തെ കേസ്. നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വിശാലമായിട്ടുള്ള ഒരു ഉൾവശമാണ്. പിന്നെ ഈ ദേവാലയത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്, വസ്തു ശില്പകലകളുടെ ഉത്തമ മാതൃകയും കൂടെയാണ്. 60 അടി ഉയരമുള്ള സ്വർണ്ണം പൂശ കുറ്റം പുത്തന്റെ പ്രതിമയും അവിടുത്തെ സന്യാസിമാരും പ്രാർത്ഥനകളും എല്ലാം ഒന്ന് നേരിട്ട് കാണണം. മുത്തേ അടിപൊളിത്തെ ഒരു കാര്യം പറയും, ഇവിടെ മൊത്തത്തിലൊരു സമാധാനം അല്ലെങ്കിൽ ഒരു ശാന്തത, ആ ഒരു വൈബ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി, ഇത് 1995 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1999 അവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഈ ക്ഷേത്രം തുറന്നു കൊടുത്തത്. ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു സംഭവമാണ്. ഇതെന്ന് പറയുമ്പം പേപ്പർ സോപ്പാണ്, കയ്യിൽ വയ്ക്കുക എന്നിട്ട് ഉരസുക. അപ്പം നിങ്ങൾക്ക് മസാജ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ സാധനം ഉപയോഗിക്കാം, അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് എവിടെയാണോ മസാജ് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ആക്കണം. ആണ് നല്ല സെറ്റ് സാധനമാണ്. തലയിലൊക്കെ വെക്കാൻ അടിപൊളിയാണ്. സിമ്പിളാണ്, അടിപൊളിയാണ്. ഇത് ഞാൻ എടുക്കുന്നില്ല, ആഫീസിനും ജോലിക്കും വേണമെന്ന് പറഞ്ഞാൽ അത് എടുക്കും. ഉടനെ എടുക്കുന്നതായിരിക്കും, അത് ഉടനെ ഇടാം. നമ്മൾക്ക് ലോങ് മസാജ് വേണമെന്നാണ്. കൂർഗിൽ വന്നാൽ കുറെ സാധനങ്ങൾ കാണാൻ പറ്റും, പക്ഷെ എല്ലാം വില കൂടുതലാണ്. സുഹൃത്തുക്കളെ, ഇതിനുശേഷം നമ്മൾ കൂർഗിലെ തെരുവുകളിലൂടെ ഫോണിലെ ചാർജ് കുറവായതിനാൽ എനിക്കൊന്നും വീഡിയോ എടുക്കാനും സാധിച്ചില്ല. സമയം എടുക്കുന്നതിനനുസരിച്ച് എല്ലാ പരിപാടികളും തീർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാവരും വീട്ടിലെത്താനുള്ള തിടുക്കത്തിലാണ്. ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ ആർക്കും ഈ ടൂറിനോടൊരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇപ്പൊ പറഞ്ഞപ്പോ പോലും ആർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല ഈ ടൂറിന്റെ പേര് അറിയില്ല. പക്ഷെ കുറെ പേരൊക്കെ പറഞ്ഞ് ഞാൻ മണ്ടനാണ്, അങ്ങനെയല്ല. അപ്പൊ എക്സ്പെക്ടേഷൻസ് ഒക്കെ വെക്കുന്നത് മണ്ടത്തിനാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് എന്റെ എക്സൈറ്റ്മെന്റ് വന്നാൽ ഇപ്പം ഓരോ സ്ഥലത്ത് പോയി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലം കാണണം, അതിലൊന്നും എന്റെ ഇത്. ഈ നിങ്ങൾ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഉള്ള 20 പേരുമായിട്ട് ഓരോ സ്ഥലത്ത് നമുക്ക് പോയി വി ക്യാൻ സ്പെൻഡ് ക്വാളിറ്റി ടൈം, അതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ ഉള്ളതുപോലെ പറയും. ഇപ്പൊ ഈ 20 നമ്മളിപ്പോ മൈസൂര് പോയി, കൂർഗ് പോയി, പിന്നെ ചിക്മംഗളൂർ പോയി. അപ്പൊ ഇവിടെ ഒന്നും അല്ലെങ്കിലും ഇവൻ ഒരു റേഷൻ കടയിൽ മണ്ണെണ്ണ വാങ്ങാനും ഈ 19 പേരായിട്ട് കൂടെ പോയാലും അൺഹാപ്പി. അപ്പോ അതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ ഇനി നമുക്ക് ടൂറിന്റെ ഭാഗമാണെങ്കിൽ സത്യം പറയാമല്ലോ, ഈ ടൂറ് 2ാമത്തെ ദിവസം ഓഫ് ആവുകയാണ്. കാരണം ഫസ്റ്റ് ഡേ നമ്മളെല്ലാവരും വൈകി കുറെ അടിച്ചു പൊളിച്ച് എന്റെ തലയൊക്കെ മണ്ടയൊക്കെ ഇട്ട് പൊളിച്ച് അടിപൊളിയായിരുന്നു. ബട്ട് സെക്കൻഡ് ഡേ ഇത് പൊളിയായിരുന്നു, കാരണം ആർക്കും ഒരു എനർജി ഇല്ലായിരുന്നു. അന്ന് ഈ സിദ്ധു ചേട്ടൻ വന്നാണ് നമ്മളെ ഈ 20 പേരിലെ 21ാമത്തെ സ്റ്റുഡന്റ് പോലെ വന്നു നിന്നാണ് ഈ ചേട്ടൻ നമ്മളെല്ലാവരും ഓണാക്കിയിരുന്നത്. അതുകൊണ്ട് മാത്രം ഇപ്പോഴും ഒരു എനർജി മെയിൻറ്റെയിൻ ആവും. ഇപ്പോഴേ ഞാനത് പറഞ്ഞേക്കാം, ഞാൻ ലാസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. 2 ഡ്രൈവർമാർ ചേട്ടന് അവരുടെ ഒരു പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. അതാണ് അവരുടെ വർക്കിന്റെ ക്വാളിറ്റിയുടെ പ്രൊഫഷൻ. ഐ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ബട്ട് താങ്ക് യു. ചേട്ടന്റെ പേര് കണ്ണൻ ചേട്ടൻ. താങ്ക് യു. അതൊക്കെ സത്യം പറയാൻ എനിക്ക് കുറെയൊക്കെ പറയാനുണ്ട്, പക്ഷെ എനിക്ക് എന്റെ ബ്രെയിനിലുള്ളതൊന്നും എന്റെ വായിലോട്ട് വന്നില്ല. അപ്പൊ ഈ വൈഷ്ണവിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു 2 സെന്റൻസ് അടുപ്പിച്ച് സംസാരിക്കുന്നത്. ഇതുവരെ 1, 2, 3 വാക്ക് അയ്യോ ഇല്ലടാ അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയും. ഈ ടൂർ വന്നപ്പോഴാണ് വൈഷ്ണവി എന്റെ അടുത്ത് സംസാരിക്കുവേ. വൈഷ്ണവി അതവിടെ പോയാൽ സംസാരിക്കും. അപ്പോ അതൊക്കെ ഈ ടൂർ വഴിയാ ഇവരുടെ ഈ സൈഡൊക്കെ കാണാൻ പറ്റും. ഈ ടൂറില്ലാതെ നമുക്ക് അതൊന്നും ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഈ ഗ്രൂപ്പിസം അത് എല്ലാവർക്കും അറിയുള്ളൂ. പക്ഷെ ഇപ്പം
ഈ മൊമെന്റിൽ ഈ 20 പേരും ഒറ്റ ഒരു യൂണിറ്റ് ആണ്. അതില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഈ ടൂർ. ഇപ്പൊ ഞാൻ ടീച്ചർ തമാശയായിട്ട് പറഞ്ഞ് ഈ ടൂർ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് 4 ദിവസം കൂടെ. പക്ഷെ അത് നല്ലതല്ല. കാരണം ഇനി കൂടും തോറും ചിലപ്പോ 5ന്റെ അന്നായിരിക്കും വീണ്ടും പഴയതുപോലെ ഒരു 50 ഗ്രൂപ്പ് ഇഷ്ടം പറഞ്ഞത്. അതുകൊണ്ട് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എന്റെ ഒരു ആഗ്രഹമാണ്, ഇപ്പോഴത്തെ ഈ മൊമെന്റം ഇതേപോലെ ഇനി കോളേജ് ഇനിയിപ്പോ ഒരു 3 മാസം കൂടെ കാണും. 3 മാസം ഇല്ല, ഇനി ഒരു വീക്സ്, നമുക്ക് ആഴ്ചകൾ വെച്ചെണ്ണ. ആ ആഴ്ചകൾ തീരുന്നത് വരെയെങ്കിലും ഈ ഒരു മൊമെന്റം പോണമെന്നാണ് അതല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. മൊമെന്റം ഈ ഒരു ഗ്രൂപ്പ് ഇല്ലാത്തതിന്റെ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു ബോണ്ട്, ഈ ബോണ്ടിന്റെ മൊമെന്റ് അതേപോലെ പോകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിൽ ആരൊക്കെ അത് മനസ്സിലാക്കിയെന്ന് അറിയത്തില്ല, എന്റെ ഒരു വലിയ എക്സൈറ്റ്മെന്റ്, ഒരു വലിയ ഭാഗം ഈ ടൂറിന് മുമ്പേ ഞാൻ എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കി. ബട്ട് അതിൽ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. ടൂറിന്റെ ഇടയിൽ ഞാൻ എപ്പോഴും എടുത്ത് പറയായിരുന്നു, നമ്മളിപ്പോ ടൂറിലാണെന്ന്. അതിനിപ്പോ നാളെ തൊട്ട് നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റുന്നില്ല. ഈ ടൂർ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കറിയായിരുന്നു ഇപ്പൊ നമ്മൾ ഈ 5 ദിവസം, ഈ 5 ദിവസവും ഫ്യൂച്ചറിൽ നൊസ്റ്റാൾജിയ. നിങ്ങള് ഇത് കഴിയുമ്പോഴേ ആലോചിക്കും, പക്ഷെ ആ നൊസ്റ്റാൾജിയിൽ ജീവിക്കുമ്പോൾ നമ്മളാരും അത് ആലോചിക്കുന്നില്ല. അപ്പൊ അതായിരുന്നു എന്റെ ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒരു വലിയ ഭാഗം. ഇനി ഞാൻ പറഞ്ഞ് മടിപ്പിക്കുന്നില്ല. എല്ലാവരോടും താങ്ക് യു. പിന്നെ ഈ ചേട്ടനോടും താങ്ക് യു. പിന്നെ ടീച്ചർമാരോടും താങ്ക് യു.